Last minute. Side jump. Begin. 1 2 1 2 1 2 1 2 1 2. Last and 1 2. 22 മിനിറ്റിനുള്ളിൽ 5 കിലോമീറ്റർ എല്ലാവരും ഓടി തീർക്കണം. 17 വന്ന ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആയി. 17 മിനിറ്റിൽ 5 കിലോമീറ്റർ ഓടി തീർത്താൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. നിങ്ങൾക്ക് എല്ലാം സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഫ്രണ്ട് റോൾ ബാക്ക് റോളൊക്കെ എന്തിനാ പഠിക്കുന്നതെന്ന് ഇപ്പൊ ചോദ്യങ്ങൾ ചിലപ്പോൾ വരും. ആരെങ്കിലൊക്കെ ചോദിക്കും. അപ്പൊ മഴക്കാലമാണ്, മഴയത്ത് എന്തിനാ പ്രാക്ടീസ് ചെയ്യുന്ന ചോദിക്കും. അവർക്കൊന്നും ഉത്തരമില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കുക. നമുക്കൊരു ജോലി വേണം. അതിനുള്ള കഠിന അധ്വാനിച്ച് ആരും തോക്കാൻ പാടില്ല. പതിച്ചു കുത്തുക. ലൈൻ നമ്പർ 3ക്ക് സ്പീഡില് തല ഉള്ളോട്ട് വിടുക, റോൾ ചെയ്ത് പോവാ. തല ഉള്ളോട്ട് വിടാൻ മറക്കരുത്, ചന്തി പൊക്കാൻ മറക്കരുത്. ലൈൻ നമ്പർ 3 സ്പീഡില് ഗുഡ്. വേഗം പൊസിഷൻ വരെ വീണ്ടും കൈ കുത്താണ്ട് പറഞ്ഞു. അത് സ്പീഡ് ഉണ്ടെങ്കിൽ കൈ കുത്തേണ്ട ആവശ്യമില്ല. ലൈൻ നമ്പർ 3 ഒട്ടക്സ് പൊക്കുക സ്പീഡില്. ഓക്കെ. ലൈൻ നമ്പർ 3 സ്പീഡില് പൊസിഷൻ വേഗം പൊസിഷൻ കൈ പിടിക്കുക. വീണ്ടും 2 പറയുമ്പോ കൈ വലിച്ചു കുത്തുക. എഴുന്നേറ്റ് പോകണ്ട, കൈ പിടിക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് റോൾ നോക്കാം. ബാക്ക് റോൾ എങ്ങനെയാണ് ബാക്ക് റോൾ ചെയ്യുന്നത്? ബാക്ക് റോൾ ചെയ്യുന്ന മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ നിൽക്കുന്നു, നേരെ ചെസ്റ്റ് ചെയ്ത് പൊസിഷൻ വരുന്നു. ബാക്ക് റോൾ പൊസിഷൻ റെഡി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ബെൻഡ് ചെയ്യുക. ഇതേപോലെ മാക്സിമം ബെൻഡ് ചെയ്യുക. ഈ മുട്ട് മടക്കാണ്ട് ഇങ്ങനെ പോകണം പുറകോട്ട്. ബട്ടക്സ് കുത്തുമ്പോ കാൽ എയറിൽ സ്പ്ലിറ്റ് ചെയ്യണം. റോൾ ചെയ്തതിനു ശേഷം അപ്പൊ പുറകോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഈ കൈ തിരിച്ചു കുത്തണം. ഇവിടെയുള്ള കൈ നേരെ തിരിച്ച് ഭൂമിയിൽ കുത്തുക. ആ കൈക്ക് പവർ കൊടുത്തിട്ടാണ് കാൽ എയറിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, ഇതാണ് പൊസിഷൻ. ബൈ നമ്പർ 1 ഇതാണ്. ബൈ നമ്പർ 2 പറഞ്ഞാൽ ബൈ നമ്പർ 2 ഉള്ളൂ. ബൈ നമ്പർ 2 പറഞ്ഞാൽ നേരെ ബട്ടക്സ് എന്ത് ചെയ്യും? അവിടെ കൊണ്ടേ അടിക്കും. കൂളായിട്ട് പോകണം. മുട്ട് ബെൻഡാകാതെ പോകുന്നതാണ് കഴിവ്. എന്നിട്ട് കാൽ എയറിൽ സ്പ്ലിറ്റ് ചെയ്യും, ചാടി ക്ലോസ് ചെയ്യും. ബൈ നമ്പർ 3 സ്പ്ലിറ്റ് ചെയ്യാം. കാല് മുമ്പോട്ട് നീട്ടി പിടി. കൈ അവിടെ കാലാത്തി വെക്കും. കൈ മുമ്പോട്ട് നീട്ടി പിടി. നീട്ടി പിടിച്ചോ. ഇതേ പൊസിഷൻ ഉണ്ടാവുക. റോൾ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ പൊസിഷൻ ഇതായിരിക്കും. കാരണം കാല് അകന്നായിരിക്കുക. കാല് എയറിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇവിടുന്ന് നമ്മള് കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഒരുമിച്ച് അപ്പ് കൊടുത്ത് ജമ്പ് ചെയ്തിട്ട് ഒരുമിച്ച് കാലും കൈ ക്ലോസ് ചെയ്യാം. കാല് ക്ലോസ് ചെയ്യാതെ ഓടിപ്പോവാ. ഓടിക്കോ. ഇത്രയുള്ള പണി. ഓക്കെ, ഗോ. ഫീൽഡ് കൈ മുമ്പില് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഓടിക്കാം. ഇപ്പോ നമുക്ക് എങ്ങനെയാണ് ഡൈവർ റോൾ എന്നുള്ളത് നോക്കാം. അപ്പൊ വെപ്പണൊന്നുമില്ല. നമ്മൾ വിത്തൗട്ട് ആംസിലാണ് പരിശീലനം എല്ലാം തേടുന്നത്. നമുക്ക് അങ്ങനെ വെപ്പൺ ഉപയോഗിച്ച് ഇവിടെ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് തരാൻ പാടില്ല. തെറ്റാണ്. അത് അനുവദനീയമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഡൈവർ റോൾ എന്ന് പഠിക്കണം. അപ്പൊ അത് ബൈ നമ്പറിൽ ഇങ്ങനെയാണ്. ആദ്യം അതിന്റെ ഘട്ടം ഘട്ടമായിട്ടാണ് പഠിപ്പിക്കുക. ആദ്യം നമ്മൾ ഇടത്തെ കാലം മുമ്പിൽ വെക്കുക. 2 കൈയും പതിച്ചു കുത്തി റോൾ ചെയ്ത് പോവുക. ഇതാണ് 1ാം ഘട്ടം. ഇത് ക്ലിയർ ആയി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വരും. ഇത് ഇത്രയേ ഉള്ളൂ, നിന്നിടന്ന് ചാടാം. അപ്പൊ നമുക്ക് ഡൈവർ റോളായി. അപ്പൊ ഞാനിവിടെ ബൈ നമ്പർ 1 പറഞ്ഞാൽ ഇടത്തെ കാലം മുമ്പിൽ വെക്കും. ബൈ നമ്പർ 1 2 പറഞ്ഞാൽ റോൾ ചെയ്ത് പോകും. ഗുഡ്. ഇടത്തെ കാലം മുമ്പിൽ വെക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. കൂളായിട്ട് ഇത് ചെയ്തു പോയി. അപ്പൊ നമുക്ക് ധൈര്യം വന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിന്റെ എല്ലാം ബേസിക് എന്ന് പറഞ്ഞാൽ തല കുത്തരുത്. ബട്ടക്സ് പൊങ്ങി കിട്ടിക്കഴിഞ്ഞാൽ തല കുത്തൂല. നിങ്ങൾ ബട്ടക്സ് പൊക്കാൻ മറക്കുമ്പോഴാണ് തല പോയി കുത്തുക. ഇനി ഇവിടെ നിന്ന് നിന്നെടുത്തുനിന്ന് ഏകദേശം മനസ്സിലായി ചെയ്യാൻ പറ്റൂലേ? ഓക്കെ ആണോ? നിന്നെടുത്തുനിന്ന് നമുക്ക് ജമ്പ് ചെയ്ത് പോകാൻ പറ്റണം. നമുക്ക് ആദ്യം ബെഡിൽ നോക്കാം. നേരെ ബെഡിലേക്ക് ഇവിടുന്ന് കിട്ടും. ഡൈവ് റോൾ റെഡി ഗോ. ബൈ നമ്പർ ഇല്ല. ഡൈവ് റോൾ റെഡി ഗോ. സബാഷ്. വീണ്ടും അവിടെ അറ്റൻഷൻ നിൽക്കും. ഡൈവ് റോൾ ഇനിയിപ്പോ വേണേ നമുക്ക് മാറ്റില്ലാണ്ട് നോക്കാം. ഇതിന്റെ മാറ്റിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കരുത്തന്മാരാണ്. നമുക്ക് കരുത്തുണ്ട്. നമ്മുടെ ബാക്ക് മസിലൊക്കെ ഈ എക്സസൈസ് കൂടുതൽ പുഷപ്പ് പുള്ളപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ബാക്ക് മസിൽ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാച്ച് ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ കല്ലൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇത് നല്ല പുല്ലാണ്, ഒരു കുഴപ്പമില്ല. നോക്കാം, ഇയാൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത്രയേ ഉള്ളൂ. തല ഉള്ളോട്ട് പോകണം, കൈ കുത്തണം, സ്പീഡിൽ റോൾ ചെയ്ത് പോവാം. റെഡി ഗോ. ഒന്നുകൂടി ഗോ. അപ്പൊ കാല് നിലത്ത് മുമ്പിൽ വെച്ച് ചെയ്യുന്നത് അത് 1ാം ഘട്ടമാണ്. നേരെ നിന്നിട്ട് ദൂരെ ചാടാൻ പറ്റും. വാ, അടുത്ത ആള് വാ. ആരാ ചാടുന്നത്? വാ. അറ്റൻഷൻ. റെഡി. ഇനിയിപ്പോ മാറ്റിലാണ് നോക്കാം. റെഡി ഗോ. നീണ്ടു ചാടാൻ നോക്കണം. ഇനി നമ്മൾ ഇതിന്റെ അളവ് കൂട്ടണം, ഈ ലെങ്ത് കൂട്ടണം.
ലെങ്ത് കൂട്ടി കൂട്ടി എടുക്കണം. അത് കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് കൊണ്ടേ കിട്ടുള്ളൂ. ഇന്നിപ്പോ ഇത് അപ്പോ ഫ്രണ്ട് റോള് പഠിച്ചു, ബാക്ക് റോള് പഠിച്ചു, ഡൈവ് റോള് നിങ്ങൾക്ക് മനസ്സിലായി. പേടിയുള്ളവര് മടിയുള്ളവരൊക്കെ എപ്പോഴും പുറകോട്ട് പോകും. എന്നാ പിന്നെ ഒന്ന് നോക്കാം, സാർ ഇത് പറഞ്ഞു തരുന്നുണ്ട്, കൃത്യമായിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്ന ആൾക്കാർ ചെയ്ത് കയറി. എല്ലാത്തിനും നമ്മൾ പുറകോട്ട് പോയാൽ നമ്മൾ എവിടെ എത്തില്ല. പരിശീലിക്കണം, ആ സഭാകമ്പം മാറണം. ഒരു അപകടം പറ്റൂല, പറഞ്ഞ രീതിയിൽ ചെയ്തു പോകണം. എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പൊ ഇതിന്റെ ആവശ്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് നിർബന്ധമായിട്ടും നമുക്ക് സേനയിലേക്ക് പോകുന്ന നമുക്ക് ആവശ്യമാണ്. സേനയിലേക്ക് പോകുന്ന നമുക്ക് ഇത് പഠിച്ചേ പറ്റൂ. ഇവിടെ നിന്നല്ലെങ്കിൽ അവിടെ നിന്ന് അവർ പഠിപ്പിക്കും. അപ്പൊ ഇവിടുന്ന് പഠിച്ചിട്ട് പോകുന്നതാണ് എത്രയും നല്ലത്. ഓക്കെ, റെഡി ഗോ പൊസിഷൻ, റെഡി ചെയ്തോളൂ കണ്ടിന്യൂ ചെയ്യാ. ഓക്കെ, സവാഷ് വേഗം ചെയ്യാ. പൊസിഷൻ ചെയ്യാ. About turn. Position. Go. Continuous ചെയ്യാ. പോവാ, വേഗം ചെയ്യാ. തല കുത്തരുത്, ഷോൾഡർ കുത്തണം. പാത്തു ഷോൾഡർ കുത്ത്. ആ ഓക്കെ, ഗുഡ്.